രാഹുൽ സുരേഷ് ഈ കണ്ണാടിക്കലിലെ വീട്ടിൻ്റെ മുന്നിലുണ്ട്. ഇപ്പോൾ ആ വീടിൻ്റെ മുന്നിൽ വലിയ തിരക്കായി കഴിഞ്ഞു. നൂറുകണക്കിന് ആളുകൾ അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവസാനമായി ഈ അർജുനെ ഒരു നോക്ക് കാണാൻ, അന്ത്യയാത്രാമൊഴി നൽകാൻ, ഒരുപക്ഷെ ഈ ചേതനയേറ്റ ശരീരം ഒരിക്കലും ഇനി നമ്മുടെ കാഴ്ചവട്ടത്തിൽ ഉണ്ടാകില്ല എന്ന് തിരിച്ചറിയുന്ന മലയാളികൾ ഒന്നൊന്നായി ഈ കണ്ണാടിക്കലിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഈ വീട് ജനസഞ്ചയമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ കനത്ത പോലീസ് ബന്ദോബസ്ത് അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ വാഹനവ്യൂഹം ഒരുപക്ഷെ കണ്ണാടിക്കലിലെ ഏറ്റവും വലിയ വേദനയുടെ വാഹനവ്യൂഹമായി ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. രാഹുൽ സുരേഷ് നമുക്കൊപ്പം ചേരുകയാണ് കണ്ണാടിക്കലിലെ ബസ്സിൽ നിന്ന്. രാഹുൽ, ഇപ്പോൾ തന്നെ അവിടെ ജനങ്ങൾ കൂടിക്കഴിഞ്ഞു. എന്താണ് അവിടെ നിന്ന് ഈ പ്രേക്ഷകരെ അറിയിക്കാൻ കഴിയുന്ന വിവരം? എസ്കേൻ, സങ്കടത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ഒരു ആഴക്കടലിലാണ് ഈ കണ്ണാടിക്കൽ എന്ന ഗ്രാമം. വികാരനിർഭരമായ ഒരു യാത്രയപ്പ് നൽകാൻ ഈ നാടാകെ തയ്യാറെടുത്തിരിക്കുകയാണ്. രാവിലെ നേരം പുലരുന്നതിന് മുമ്പ് തന്നെ നൂറുകണക്കിന് ആളുകളാണ് ഈ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ വീടിന് മുന്നിൽ ഇപ്പോൾ പോലീസ് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ ആരെയും വീടിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. ഇപ്പോൾ കണ്ണാടിക്കലിലേക്ക് മൃതദേഹവുമായുള്ള വിലാപയാത്ര എത്തുകയാണ്. അവിടുന്ന് 2 കിലോമീറ്റർ കൂടിയുണ്ട് ഈ വീട്ടിലേക്ക്. ഏതാണ്ട് ഒരു 8:30 വീട്ടിലേക്ക് മൃതദേഹമായുള്ള വിലാപയാത്ര എത്തുമെന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഒരു കണ്ണത്താ ദൂരത്തോളം ഒരു ക്യൂ അവസാനമായി അർജുനെ, അവരുടെ കുട്ടനെ കാണാനായി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവർക്കെല്ലാം ഇത്രയും കാലം അവരുടെ കുട്ടനായിരുന്നു, അർജുനായിരുന്നു. അങ്ങനെ പല രീതിയിലാണ് ഈ നാട്ടുകാർക്കെല്ലാം അർജുൻ എന്ന വ്യക്തി. അപ്പോൾ അവസാനമായി ഒരു അന്ത്യയാത്ര നൽകാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ ചില ആളുകളുടെ ചില പ്രതികരണങ്ങളിലേക്ക് കൂടി പോവുകയാണെങ്കിൽ, ചേട്ടാ, എങ്ങനെയാണ് ഈ നിമിഷത്തിൽ അർജുനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്? എങ്ങനെയാണ് ഇപ്പോൾ? ഞാൻ തിരൂരാണ് എൻ്റെ വീടുള്ളത്. ഞാനിവിടെ ജോലിൻ്റെ ആവശ്യാർത്ഥം വന്നതാണ്. നമ്മൾ ഒരുപാട് പ്രതീക്ഷകളോടെ കാത്തു നിന്നാണ്. പക്ഷെ ഇത്രയായ സ്ഥിതിക്ക് ഇനിയൊന്ന് കാണാമെന്നുള്ളതിൽ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് പോകുന്നതാണ്. ഇതുവരെ അർജുനെ നേരിട്ട് ഒരു മാധ്യമങ്ങളിലൂടെ അറിഞ്ഞിട്ടുള്ളൂ. ഇന്ന് രാവിലെ നമ്മൾ പലരുമായി സംസാരിക്കുമ്പോൾ കണ്ണൂരിൽ നിന്നും മലപ്പുറത്ത് നിന്നും കാസർഗോഡ് നിന്നും അങ്ങനെ വിവിധ ജില്ലകളിൽ നിന്നും അർജുനെ വാർത്തകളിലൂടെ മാത്രം കേട്ടറിഞ്ഞ നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ സമീപവാസികൾ തന്നെയുണ്ട്. ചേച്ചി, നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട കുട്ടൻ എന്നാണല്ലോ നിങ്ങളൊക്കെ വിളിച്ചുകൊണ്ടിരുന്നത്. ഇനി അവസാന നിമിഷം യാത്രയാക്കാൻ, അന്ത്യാഞ്ജലി അർപ്പിക്കാനൊക്കെ എത്തിയാണ്. അത് ഞങ്ങൾ കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള പരിചയമാണ്. ഈ കുടുംബമായിട്ട് നല്ലൊരു പയ്യനായിരുന്നു അർജുൻ. എല്ലാവർക്കും വേണ്ടി സഹായം ചെയ്യുന്നതും അവൻ്റെ കുടുംബത്തിനും പൊതുജനങ്ങൾക്കും അങ്ങനെ തന്നെ പറയണം. അപ്പോൾ ഇവൻ്റെ പ്രേമേട്ടനാണെങ്കിൽ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് മക്കളെ 4 പേരെയും വളർത്തി. എല്ലാവർക്കും മക്കൾക്കൊക്കെ പണിയായി ഒരു നല്ല എത്തിയപ്പോഴാണ് ഇങ്ങനെ ഒരു ദുരന്തം അവരെ തേടി എത്തിയത്. അത് നാടിനും വീട്ടുകാർക്കും സഹിക്കാൻ പറ്റാത്ത ഒരു ഇതാണ്. ഇത്രയും വിഷമകരമായ ഒരു സംഭവമാണ്. യുവാവെന്ന നിലയിൽ അനുഭവിക്കാവുന്നതിന്റെ പരമാവധി അനുഭവിച്ചു. നല്ല കഷ്ടപ്പെട്ടിട്ടാണ് വളർത്തിയത്. 4 മക്കളെ ദിവസം വീട്ടിൽ വരികയും അവൻ്റെ അച്ഛനും ഞങ്ങൾ നല്ല ബന്ധമാണ്. ഞങ്ങൾ തമ്മിൽ കുറേ വർഷത്തെ പരിചയമുണ്ട്. വലിയ പ്രതീക്ഷ ആദ്യം ഉണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ തന്നെയാണ് എസ്കേൻ. വളരെ വിഷമത്തോടെയാണ് അവരെല്ലാം കഴിഞ്ഞുപോയ അർജുനെ കുറിച്ച്. രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സെപ്റ്റംബർ 25 മലയാളിയുടെ മനസ്സിൽ ഇടിത്തി പോലെ ആ വാർത്ത വന്നു. അർജുൻ്റെ മൃതദേഹം ഗംഗാവലി പുഴയുടെ ആഘാതങ്ങളിൽ അമർന്നു കിടന്ന ക്യാബിനിൽ കണ്ടെത്തിയ ദിവസമായിരുന്നു അന്ന്. ഒരുപക്ഷെ സംവിധാനങ്ങളെല്ലാം ഒരു നിമിഷം അമ്പരന്ന് നിന്നുപോയ ആ വാർത്ത കാട്ടുതീ പോലെയാണ് മലയാളി ജനസമൂഹത്തിൻ്റെ ഹൃദയത്തിലേക്ക് പടർന്നു കയറിയത്. മുസ്തഫ പറയുന്നു, ഒരു ഡ്രൈവർക്ക് വേണ്ടി നിങ്ങൾ എന്തിനാണ് ഇത്രയും ബുദ്ധിമുട്ടുന്നത് എന്ന് കർണാടകത്തിലെ ചില ആളുകളെന്ന് ചോദിച്ചിരുന്നു. ആരാണ് ഈ ഡ്രൈവർ? നമ്മുടെ ഹൃദയത്താളം നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു ഡ്രൈവറായിരുന്നു അർജുൻ എന്ന ഈ തത്സമയ സംപ്രേഷണം കാണുമ്പോൾ, ഈ ഒഴുകിയെത്തുന്ന ജനസംഖ്യത്തെ കാണുമ്പോൾ കർണാടകത്തിലെ ഓരോ ജനവും പറയുമെന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പാണ്. ഒരുപക്ഷേ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തെയും ആളുകൾക്ക് പിടികിട്ടാത്തൊരു മനഃശാസ്ത്രമാണ് മലയാളി മനസ്സിനെന്ന് അവർ മനസ്സിലാക്കാൻ പോകുന്നു. ഒരു മനുഷ്യൻ്റെ കണ്ണീർ കടലിലേക്ക് സ്വയം ഹോമിക്കാൻ പോലും തയ്യാറായി ആളുകൾ ഇറങ്ങിച്ചെല്ലുക. ഒരു ജനസമൂഹം മുഴുവൻ, ഒരു മലയാളക്കര മുഴുവൻ ഒരു മനുഷ്യൻ്റെ ജീവന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതെല്ലാം ഈ 72 ദിവസങ്ങളിൽ സംഭവിച്ചു എന്നുള്ളത് ഒരുപക്ഷെ ലോക ചരിത്രത്തിലെ വലിയ വിസ്മയമായിരിക്കും. ഒരിക്കലും ഒരുപക്ഷെ കർണാടക മുഖ്യമന്ത്രിക്ക് പോലും മനസ്സിലായിട്ടില്ലാത്ത രീതിയിൽ ഒരു ഡ്രൈവർ നമ്മുടെ ജീവശ്വാസമായി മാറിയ കഥയാണ് അർജുൻ ലോകത്തോട് വിളിച്ചു പറയുന്നത്. ഒരുപക്ഷെ ഈ കണ്ണാടിക്കലിലെ വീട്ടുവളപ്പിൽ അർജുൻ എരിഞ്ഞടങ്ങുമ്പോൾ ഇതുപോലെ സമാനതകളുള്ള ഒരു സംഭവം ഈ അടുത്ത കാലത്ത് എങ്ങാനും ഇന്ത്യയിൽ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ സംശയമാണ്. കാരണം അർജുൻ നമുക്ക് നഷ്ടപ്പെട്ട
ഒരു മകനായി, ഒരു സഹോദരനായി, ഒരു ഭർത്താവായി ഒക്കെ മാറുന്ന കാഴ്ചയാണ് ഒരുപക്ഷെ കണ്ണാടിക്കലിലെ ഈ വീട്ടിൻ്റെ ഉള്ളിൽ മരവിച്ചിരിക്കുന്ന ആ അമ്മയുടെ മനസ്സ് പങ്കിട്ടെടുത്ത ഒരുപാട് അമ്മമാർ നമ്മുടെ സംസ്ഥാനത്തുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. സെപ്റ്റംബർ 25 ഈ അർജുൻ്റെ ട്രക്കും മൃതദേഹവും ഗംഗാവലി പുഴയുടെ അഗാധങ്ങളിൽ കണ്ടെത്തി എന്ന് പറയുമ്പോൾ ഇത് നിരന്തരം റിപ്പോർട്ട് ചെയ്ത നമ്മുടെ റിപ്പോർട്ടേഴ്സ് പോലും ഒരു നിമിഷം തളർന്നു പോയി. എല്ലാം അവസാനിക്കുന്ന ഒരു നിമിഷം പോലെ അവർക്കത് അനുഭവപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.